അങ്ങനെ കുറേ നേരം ഇരിക്കാൻ വേണ്ടി ഒരു ദിവസം കണ്ട പ്ലെയിനിലിരുന്ന് അങ്ങനെ കുറേ നമുക്ക് സിറ്റിയിലൊക്കെ എത്തി. മുടിയൊക്കെ ആകെ വളർന്ന് കാട്ടാളൻ്റെ പോലെയുണ്ട് കാണാൻ. ടെൻഡേഷൻ്റെ ലുക്കാക്കാൻ വേണ്ടി വളർത്തിയത് മുടി, പക്ഷെ അതൊരു മാതിരി കാട്ടാളൻ ലുക്കായി പോയി. ടെൻഡേഷൻ്റെ ലുക്കായില്ല അതിന്. കുഴപ്പമില്ല, എന്തായാലും പോയി മുടി എങ്ങാനും വെട്ടിയിട്ടൊക്കെ വരാം. സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ കിടക്കാൻ പോലത്തെ ഒരു വീട്ടിലേക്ക് എല്ലാ കൂട്ടരും ഒരിക്കലും സാധനം. സോ ഗൈസ്, നമ്മൾ പിന്നെ നമ്മുടെ വന്നേക്കാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആയിട്ട്. സോ നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ സിറ്റിയിൽ വന്നേക്കാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ലോസ് ആൻഡോസിലേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ ശരിക്കും ബൈക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനത് അന്ന് പോണതിന് മുമ്പേ ഞാൻ നമ്മുടെ സുമേഷേൻ്റെ വീട്ടിൽ നിന്നായിരുന്നു ഞാൻ ഈ ബൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെൻ്റെ ബൈക്കാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ സുമേഷേൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബൈക്ക് എടുത്തത്. അല്ലെങ്കിൽ ഞാൻ നടന്ന് പോകാറുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം എത്തിയേക്കുണ്ട്. നമ്മുടെ ഡിഫൻഡറൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് നടക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ ഇത്ര നാൾ താമസിക്കേണ്ടത് മൈക്കിളാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ മൈക്കിള് സിറ്റിയിൽ വന്നപ്പോൾ കുറേ നാൾ താമസിക്കണമായിരുന്നു. കാരണം മൈക്കിളിൻ്റെ മോനെങ്ങാണ്ടോ ഇവിടെ എന്തോ വലിയ ജോലി എങ്ങാണ്ടോ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെയാണ് താമസിക്കണമായിരുന്നു. ഇപ്പോൾ അവർ തിരിച്ച് ലോസ് ആൻഡോസിലേക്ക് പോയിട്ടുണ്ട് ഒരാഴ്ച മുമ്പ്. അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് ദിവസം മുമ്പ് ലോസ് ആൻഡോസിലേക്ക് വന്നു. അപ്പോഴായിരുന്നു ഈ മൈക്കിള് പറഞ്ഞത് ഇവിടെ നമ്മുടെ സുമേഷേൻ്റെ അതിൽ താക്കോലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സുമേഷേൻ്റെ വീടൊക്കെ തുറന്നിട്ട്. പക്ഷെ ഞാൻ പുള്ളീനെ കണ്ടിട്ട് കുറേ നാളായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വിളിക്കാനും പറ്റുന്നേ. പുള്ളി അന്നെന്തോ ബാങ്ക് റോബറി എന്തോ ചെയ്തിട്ട് ആകെ സീനായിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം, നമുക്ക് ഈ ബാഗൊക്കെ ഇവിടേക്ക് ആദ്യം വെക്കാം കേട്ടോ. അയ്യോ, ഓക്കെ, നമുക്കാദ്യം ബാഗൊക്കെ ഇവിടേക്ക് ആദ്യം വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കണം. ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടിയിട്ട് വരാം കേട്ടോ. ഫൈനലി ഗൈസ്, നമ്മുടെ മാടപ്രാവിൻ്റെ ഇതിട്ട് വന്നേക്കാണ്ട് വെള്ളമായിട്ട് വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രത്യേകിച്ച് പരിപാടി? ഇതാരോ വിളിക്കണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മുടെ സുമേഷേട്ടൻ കുറേ നാൾക്ക് ശേഷം നമ്മൾ വിളിക്കാണ്ട്. സുമേഷേട്ടാ, എവിടെയാണ് നിങ്ങൾ? കുറേ നാളെ കണ്ടിട്ട്. ഓടെ മോന്, നീ എൻ്റെ സിറ്റിയിൽ വന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് നിൻ്റെ മൈക്കിളും ചില തോക്കലൊന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ദിവസം മുമ്പ് വീടൊക്കെ തുറന്നു അടിച്ചു വാരിക്കിട്ട് പോയി. നിന്നെ കുറേ നാളോട്ട് കൊണ്ടിട്ട്. നീ ഇപ്പോൾ ഇവിടെ? ഞാനിപ്പോൾ വീട്ടിലുണ്ട് സുമേഷേട്ടനോ. ഞാന് ഇപ്പോൾ സിറ്റിയുടെ അപ്പുറത്ത് ഉള്ളൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ കൊച്ചിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടേക്ക് ഒരു മിഷന് വേണ്ടി വന്നേക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഒരു കാര്യം അറിയാൻ സാധിച്ചത്. അതിന് വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത്. അല്ലെങ്കിലും താൻ പണ്ടേ ഉടായിപ്പോന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ആ മിഷൻ തൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇല്ല എന്നെ വിളിക്കുള്ളൂ. എന്ത് പറയാനാ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടു മറ്റേ പോലീസ് വന്നപ്പോൾ താൻ മറ്റേ എന്തുട്ടാ വക്കീലിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഓടി. ക്ഷമിക്കൂ. അപ്പോൾ വിളിച്ച കാര്യം പറയാട്ടെ. നമ്മുടെ ഈ സിറ്റിയിൽ ഒരു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അതെവിടെയാ? ഇത് നമ്മുടെ ഇവിടെ ഇല്ല, മെഗാറാംപേരിയോ അവിടെയായിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, മെഗാറാംപേരിയുടെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നമ്മുടെ ഗവൺമെൻറ് ഈ പോലീസുകാർക്ക് ഒരു കുടുക്കും പോലത്തെ ഒരു വണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പോലീസ് വണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ പോലീസ് കാർ എന്ന് എനിക്ക് പറയാം. കാരണം ഇത് നമുക്ക് അറിയാൻ സാധിച്ചത് ലംബോർഗിനിയാ. മുമ്പ് കൊള്ളാലോ. അല്ല, ഈ ഗവൺമെൻറ് നന്നായി. അതെന്തെങ്കിലും കേട്ടോ. അപ്പോൾ നീ നൈസട മണി കൊണ്ട് അടിച്ചു മാറ്റുന്നു. ഒരു പേടിയും മേടിക്കണ്ടോ? അല്ല, അതൊക്കെ ഓക്കെ, ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വരാം. പക്ഷേ ഞാൻ ഇതിൽ നിങ്ങൾക്ക് 10% ഷെയർ മാത്രമേ തരുള്ളൂ കേട്ടോ. അതിന് എന്ത് തേങ്ങ എന്ന് വെച്ചാൽ എനിക്ക് തന്നെ. ഇതേ സെയിം സാധനം തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് വന്നിട്ട് എനിക്കുണ്ടായത്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ മറ്റേ ഞാൻ പോയതിന് ശേഷം മറ്റേ ബാങ്ക് റോബറിക്ക് ഇയാൾ പോയിട്ട് അകപ്പെട്ടത്. എന്തുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഇയാളും കൂടി ഒരു വണ്ടി അടിച്ച് മാറ്റി. ഈ വണ്ടി അടിച്ച് മാറ്റിയതിന് ശേഷം പെട്ടപ്പോൾ ഇയാളങ്ങോട്ട് സ്കൂട്ടായിട്ട് വക്കീലിനടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ എന്തുണ്ടായേ? ഇല്ല, ഇയാളാണെങ്കിൽ അത് ഞാൻ പോയതിന് ശേഷമാണ് മറ്റേ ബാങ്ക് റോബറി വന്നത്. ഒന്നും ഓർമ്മയില്ല. പിന്നെന്ത്, ഞാൻ നാട്ടുകാരനല്ല എൻ്റെ ചേട്ടാ. ശരി എന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം എന്തായാലും ഞാൻ അടിച്ചു മാറ്റിയിട്ട് വിളിക്കാം. ശരി, ഞാൻ എന്തായാലും അടിച്ചു മാറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ വന്നു കേട്ടോ. നമ്മുടെ സുമേഷേട്ടൻ വിളിച്ചിട്ട് പറയണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇത് എവിടെയാണ് ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം കേട്ടോ. അത് നമുക്ക് മെഗാറാംപേരിയുടെ അവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മെഗാറാംപേരിയുടെ അവിടെ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം കേട്ടോ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനലി നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ടുപിടിച്ചേക്കുണ്ട്. ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നാ ഗൈസ്? ഇതിപ്പോൾ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ, ഇത്രയും വലുത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികളുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ നിറച്ച് വണ്ടികളുണ്ടാവുന്നതാണല്ലോ. ഞാൻ വിചാരിച്ചു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കും. നല്ല ഗൈസ്, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, പിന്നെ ഒരു പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സും ഉണ്ട്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് നമ്മുടെ ഈ IPSും പിന്നെ ഈ അവരൊക്കെ ഉള്ളത് നമ്മുടെ ഇവിടെയാണ് കേട്ടോ, ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, എവിടെയാണോ ഈ കാർ? എന്തായാലും രാവിലെ അടിച്ച് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. നിറച്ച് ക്യാമറ ഉണ്ട്. വെയിറ്റ് മിനിറ്റ്, ഇത് നമ്മുടെ സീജയുടെ ജെറ്റ് പാക്ക് അല്ലേ? അവരുടെ സിറ്റിയിലുള്ളത്. ഇത് കഴിച്ചാൽ അവരുടെ സിറ്റിയിൽ മാത്രമുള്ള ജെറ്റ് പാക്കാണ് കേട്ടോ. ഇതെങ്ങനെ നമ്മുടെ സിറ്റിയിലോട്ട് വന്ന് എനിക്കറിയില്ല. പക്ഷെ കാർ ഞാൻ ഇതിൻ്റെ ചുറ്റും നോക്കിയിട്ടും കാണാനില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് നൈറ്റ് ഒന്ന് നോക്കാം ഗൈസ്. നൈറ്റ് ഇവിടെ മിക്കവാറും കാറുണ്ടാവും, നല്ല ചാൻസ് ഉണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യാൻ വന്ന പോലെ കേട്ടോ വന്നേക്കണേ. ഓക്കെ, നമുക്ക് നൈറ്റ് വരാം കേട്ടോ ഗൈസ്. പോയിട്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് നൈറ്റായിട്ട് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ നൈറ്റ് വന്നേക്ക് കണ്ടു അങ്ങോട്ട്. അപ്പം ഞാൻ വഴി കിടക്കുന്ന ഒരാളുടെ കാർ എടുത്തിട്ടാണ് വന്നത്. ഇവിടെ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കൂടി തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത്, ഞാൻ ബാക്ക് ഡോർ വഴി കയറി, ബിൽഡിങ്ങിൻ്റെ അകത്തൊന്നുമില്ല. എനിക്ക് ഡൗട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ജെറ്റ് പാക്ക് രാവിലെ അവിടെയായിരുന്നു നടക്കണ്ടായിരുന്നത്, വൈകുന്നേരം ഇവിടെ. പിന്നെ അത് മാത്രമല്ല, ഈ ജെറ്റ് പാക്ക് ഇപ്പോഴും ഓണാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ജെറ്റ് പാക്ക് ആക്ച്വലി ഇതിന് ഉപയോഗിക്കുക പറക്കാൻ. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരു സ്ഥലത്താണായിരിക്കണം. നമുക്കൊന്ന് പറന്ന് നോക്കാം ഗൈസ്. എവിടെയെങ്കിലും ഉണ്ടാവും ഗൈസ്, എവിടെയെങ്കിലും ഉണ്ട്. ആ കാറ് പോകണ്ടെങ്കിൽ പോട്ടെ, എൻ്റെ കാറൊന്നുമില്ല. എനിക്ക് തോന്നണത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. കാരണം ഇത് പറന്ന് നോക്കിയാൽ എവിടെയെങ്കിലും കണ്ടു ഗൈസ്. ദേ കിടക്കുന്നു നമ്മുടെ ലംബോർഗിനി ഫെരാരി. അത് മുകളിലുണ്ട് ഫെരാരി അല്ല ഗൈസ്, നമ്മുടെ ലംബോർഗിനിയുടെ. അയ്യോ, ഇതായിരുന്നു സിയാനല്ല ഗൈസ്, ഇത് സിയാൻ റോഡ്സ്റ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓമ്പോ വെള്ള കളറ് ലംബോർഗിനി. എനിക്ക് അകത്തുനിന്ന് താക്കോല് കിട്ടിയിട്ട് അപ്പോൾ ഞാൻ പോക്കലിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കയറാൻ പറ്റും. എൻ്റെ താക്കോല് തന്നെയാണോ നോക്കാൻ. ഞാൻ ലംബോർഗിനിയുടെ ചിഹ്നം കണ്ട് എൻ്റെ പൊന്നെ കൈ നമ്മളിൽ കയറി കണ്ട. ഇത് എങ്ങനെ ഒരു എൻ്റെ മുകളിൽ എത്തിച്ചു എന്ന് മാത്രം പിടിയില്ല. നല്ല സൗണ്ടുണ്ട് കൈസ്. എനിക്ക് നല്ല ചാടിച്ചുകൊണ്ടോണ്ടി വരുന്നുണ്ട്. ഇൻറ്റീരിയറൊക്കെ ഒന്ന് നോക്കാം. എൻ്റെ പൊന്നെ കൈസ്, എനിക്കില്ല എത്ര ഫിനിഷ്ഡ്. പക്ഷെ ഇത് എങ്ങനെ ഇപ്പം ഡാമേജിലാണ് താഴേക്ക് എത്തിക്കണം കൈസ്. നമ്മളെടുത്തത് ആരും ഉണ്ടെങ്കിൽ ഒന്ന് ചാടിക്കേണ്ടി വരുന്നു. 3, 2, 1. അയ്യോ, എന്തെങ്കിലും പറ്റിയ? വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മൾ അത്രയും ഹൈറ്റിൽ ചാടിയിട്ട് ഒരു കുഴപ്പമില്ലാന്ന്. ഇത് കോമഡി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാറൊന്നും വന്നിട്ടില്ല ഗൈസ്. അത് നല്ല രസമുണ്ട് ആക്ച്വലി. ഓക്കെ, നമുക്ക് അത് സുമേഷനെ വിളിച്ച് പറയട്ടോ. നമ്മൾ കാർ എടുക്കാൻ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഈ സൈഡിൽ വെച്ചിട്ട് നമുക്ക് സുമേഷനെ വിളിച്ച് പറയാം ഗൈസ്. നമ്മൾ കാർ എടുത്ത് സുമേഷനെ വിളിച്ചതാണ്. അയ്യോ, ഞാൻ സുമേഷനെ വിളിച്ചതാണ് ചേട്ടാ, ഞാനല്ല ചേട്ടാ. അയ്യോ, കാറ് മറിഞ്ഞേ ഗൈസ്, കാറ് മറിഞ്ഞു പോടാ. എനിക്ക് ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ട്. എൻ്റെ പൊന്നേ, ഇവിടുത്തെ പോലീസുകാരെ ഇടിച്ച് കയറ്റുണ്ട് വണ്ടിയുമേ. ഇത് അവരുടെ ഉണ്ടെന്നാമത്തെ കാര്യം. പക്ഷെ ഗൈസ്, ഒരു ഡോറ് നേരെ തുറന്നു നടക്കണം. പക്ഷെ ഇതൊരു കുഴപ്പമില്ല എന്നുള്ളതാ. ചിലപ്പോൾ മിക്കവാറും കുഴപ്പം പറ്റും. നമുക്ക് ജുറാസിക് പാർക്ക് വഴിയൊക്കെ ഞാൻ മറന്നു. അയ്യോ, അടിച്ചേ, എൻ്റെ വണ്ടി പോയേ. അത് ജുറാസിക് പാർക്കിലോട്ട് ഏത് വഴി പോവാ? അത് റെയിൽവേ ഗേറ്റിൻ്റെ അപ്പുറത്തോടെ തോന്നുന്നുണ്ട് ഗൈസ് പോകുന്നത്. എനിക്ക് സിറ്റിയിൽ കുറച്ചാളില്ലായിരുന്നു, അതുകൊണ്ട് ഒരു ഓർമ്മക്കുറവുണ്ട് ആക്ച്വലി. അൾഷിമേഴ്സ് വിളിച്ചു. ട്രെയിനൊന്നും ജുറാസിക് പാർക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ജുറാസിക് പാർക്കിൽ കയറേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റാർ പോയി. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കണം. അത് ഈ കാറും നോക്കട്ടെ ഫുള്ളായിട്ട്. എനിക്ക് നോക്കാൻ പറ്റില്ലട്ടോ ഗൈസ്. എൻ്റെ പൊന്നു മോനെ,
ലംബോർഗിനി സിയാനോ അതിൻ്റെ വീരൊക്കെ ഉണ്ടോ? വീരൊക്കെ ഗോൾഡനാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കാര്യം തോന്നുന്നില്ല, ഈ വീടുമേക്കൊന്നും വീട് വെച്ചത് പഞ്ചറാവണില്ല ചേട്ടാ, അതൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് എന്തായാലും ഇതെടുത്തിട്ട് നമ്മുടെ സുമേഷൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. കുറ്റം പുള്ളിക്കാണെങ്കിൽ നമുക്കാവില്ലല്ലോ കുറ്റം. ഓക്കെ, നമുക്ക് ഈ വണ്ടി നേരം കൊണ്ട് സുമേഷൻ്റെ വീട്ടിലുള്ള. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇതിന് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബർ അടിച്ചു പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 300 സബ്ബാണ്. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോ ഫേവറാക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല കിണ്ണങ്ങി പൊളിക്കോസ്കി വീഡിയോസ് ആയിട്ട് കാണുന്നതിന് പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും ഞാൻ ബൈ പറഞ്ഞ് നിർത്തുകയാണ് ഗൈസ്. ബൈ.